ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LDSലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റിലെ ഖാദി ബോർഡിന്റെ പ്രിലിംസിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന്റെ 2 സെഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, 20 ചോദ്യങ്ങൾ വീതം. അതിന്റെ മൂന്നാമത്തെ സെഷനാണ്. ഇതിൽ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, കായംകുളം കായൽ, പരവൂർ കായൽ. ഇതിൽ ഏത് കായലാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. അഷ്ടമുടി കായൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. അഷ്ടമുടി കായൽ കൊല്ലത്താണ്. അഷ്ടമുടി എന്ന് പറയുമ്പോൾ അഷ്ടം പറഞ്ഞാൽ 8 എന്നല്ലേ, ഇപ്പൊ 8 മുടി, അപ്പൊ അങ്ങനെ ഒരു 8 ശാഖകളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആ പേര് വരുന്നത്. അപ്പോൾ അഷ്ടമുടി പറഞ്ഞ 8 ശാഖകൾ എന്നാണ് അർത്ഥം. അപ്പോൾ പനയുടെ രൂപത്തിലുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ കൈയിന്റെ രൂപത്തിലുള്ള അല്ലെ, കൈവിരലുകൾ ഇങ്ങനെ നിൽക്കുന്ന പോലെയല്ലേ തോന്നുന്നത്, അപ്പൊ അങ്ങനെയുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാലും അത് അഷ്ടമുടി കായൽ തന്നെയാണ്. പരവൂർ കായലും കൊല്ലത്താണ് കാണുന്നത്. അത് ചെറിയ ഒരു കായലാണ് ഈ പറയുന്ന പരവൂർ കായൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളുണ്ട് അല്ലെ, അത് ഏതാണെന്നാ ചോദിക്കും. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാടാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ആകെ 2 ജില്ലകളിലാണ് ഇല്ലാത്തത്. ഒന്ന് വയനാടും വേറൊന്ന് ഇടുക്കിയിലാണ് റെയിൽവേ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ. അപ്പൊ അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വയനാടും ഇടുക്കിയും ആണ് ഇല്ലാത്ത ആ 2 ജില്ലകൾ കേട്ടോ. ബാക്കി എല്ലാവരുടെയും എന്തുണ്ട്? റെയിൽവേ ഉണ്ട്. ഓക്കെ, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ്? നമ്മൾ മുമ്പൊക്കെ കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയതാണ് അല്ലെ. കാലടി, ചെമ്പഴന്തി, പന്മന, വെങ്ങാനൂർ. അദ്ദേഹം എവിടെ ജനിച്ചു? ജനിച്ച ഒരു സ്ഥലത്താണ്, മരിച്ചത് വേറൊരു സ്ഥലത്താണ് അല്ലെ. ജനിച്ചത് എവിടെയാണ് അദ്ദേഹം? അത് ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ചെമ്പഴന്തിയിൽ ജനിച്ചു, വർക്കലയിൽ മരിച്ചു അല്ലെ. വെങ്ങാനൂര് ജനിച്ചത് ആരാണ്? വെങ്ങാനൂര് ജനിച്ചത് അയ്യങ്കാളിയാണ് അല്ലെ. അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് ഈ പറയുന്ന കാലടി എന്ന് പറയുന്ന സ്ഥലം. അത് എറണാകുളത്താണ്. കാലടി ശിവരാത്രി ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ആധുനിക കാലടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്വാമി ആഗമാനന്ദനാണ്. അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ് അല്ലെ. അദ്ദേഹത്തെ ആധുനിക കാലടിയുടെ പിതാവ് എന്ന് പറയുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് ഈ പറയുന്ന പന്മന എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഓപ്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. അടുത്തത് കേരളത്തിലെ ദേശീയ ജലപാത. നമ്മൾ പഠിച്ചല്ലോ അല്ലെ. ജലപാതകൾ കണക്റ്റഡ് ഫാക്ട്സ് പറയുന്ന സമയത്ത് എല്ലാ ജലപാതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു ജലപാത ഏതിൽ കൂടെ പോകുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ കൂടെ പോകുന്നുണ്ട്. അത് ഏത് ജലപാതയാണ്? നാഷണൽ വാട്ടർവേ 1 ആണോ? അല്ല. 2 ആണോ? അല്ല. 3, 4 അതിൽ മൂന്നാമത്തെയാണ് അല്ലെ. കൊല്ലം കോട്ടപ്പുറം കണക്ട് ചെയ്യുന്ന ജലപാതയാണ് കേരളത്തിൽ കൂടെ പോകുന്ന ദേശീയ ജലപാത. അത് NW3 അഥവാ നാഷണൽ വാട്ടർവേ 3 ആണ്. അടുത്ത ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്നാണ് ചോദ്യം. ശ്രീ ചിത്തിര തിരുനാൾ, ഗൗരി പാർവതി ബായി, സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ. ആരാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്? അത് ഗൗരി പാർവതി ബായ് ആണ് അല്ലെ. ഗൗരി പാർവതി ബായ് ആണ് 1817. ആ വർഷം കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ചിലപ്പോൾ അടുത്തൊരു എക്സാമിന് അതായിരിക്കും ചോദിക്കുക. ഗൗരി പാർവതി ബായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ 1817 ആണ്. ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. പള്ളിവാസലിൽ 1940 ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അല്ലെ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ 1940 വന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. 1991 നവംബർ 7 ഭാരതത്തിന്റെ ഈ പോസ്റ്റൽ സ്റ്റാമ്പില് ഒരിടം അദ്ദേഹം നേടിയിട്ടുണ്ട്. നമുക്കറിയാലോ, ഫേമസ് ആയിട്ടുള്ള ആളുകളെയാണ് അങ്ങനെ പോസ്റ്റൽ സ്റ്റാമ്പിൽ വരിക. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് 1991 അദ്ദേഹത്തിന്റെ പടം വന്നിട്ടുണ്ട്. സ്വാതി തിരുനാളിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയും സ്വാതി തിരുനാളാണ്.
PSCക്ക് ചോദിച്ചിട്ടുണ്ട് ആരുടെ കാലമാണ് ആധുനിക തിരുവിതാംകൂറിലെ സുവർണകാലം എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ആരുടെ കാലം തന്നെയാണ്? അത് സ്വാതി തിരുനാളിന്റെ കാലമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശരിക്കും രാമവർമ്മ എന്നായിരുന്നു. ശുചീന്ദ്രൻ കൈമുക്ക്, നമുക്കറിയാം അന്ന് കുറെ അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, അതിലൊന്നാണ് ശുചീന്ദ്രൻ കൈമുക്ക്. അത് നിർത്തലാക്കിയത് ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവും ആരാണ്? സ്വാതി തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നത് ഇദ്ദേഹത്തിന്റെ കാലത്തിലാണ്. 1856 അദ്ദേഹത്തിന്റെ ഭരണകാലത്തിലാണത് സംഭവിച്ചത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് ആരാണ്? അദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, അത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കിപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി ഉത്രം തിരുനാളിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാലത്തിലാണ്. ഓക്കെ, അതുപോലെ ആലപ്പുഴയിലെ കയർ ഫാക്ടറി ആരംഭിച്ച രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ. അതേപോലെ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ്. അപ്പൊ നമ്മുടെ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? അത് ശ്രീ ഗൗരി പാർവതിബായാണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെ. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? വൈക്കം സത്യാഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? TK മാധവൻ, P കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ. ആരാണ് അത് ചെയ്തത്? അത് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. TK മാധവൻ പറയുമ്പോൾ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ ലീഡർ ആയിരുന്നു അല്ലെ, TK മാധവൻ. അതുപോലെ ഈഴവ സമാജം അതിന്റെ സ്ഥാപകനാരാണ്? TK മാധവനാണ്. P കൃഷ്ണപിള്ള നമുക്കറിയാം അല്ലെ, കോമ്രേഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അബ്രാഹ്മണൻ, ഗുരുവായൂർ മണിയടിച്ചു എന്ന് പറഞ്ഞത്. K കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാണ്? 47 ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, നിങ്ങളുടെ ഓപ്ഷനിൽ ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അത് നടന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം പ്രധാനപ്പെട്ട ആൾക്കാരിനെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവസാനം മറ്റു പലരാണ് അതിന്റെ നേതൃത്വം പിന്നീട് കൊടുത്തത്. അപ്പോൾ ശരിക്കും ആഹ്വാനം ചെയ്തു, അതിന്റെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ അവരാണ്. പക്ഷെ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അത് തന്നെയാണ് നമ്മളുടെ അവസാനത്തെ സമരം എന്നും പറയാനായിട്ടുള്ളത് അല്ലെ. കംപ്ലീറ്റ് നേതൃത്വം എടുക്കാൻ പറ്റിയില്ല എന്നല്ല, പക്ഷെ അവർ ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് ആദ്യം തുടങ്ങി വെച്ചത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ സമരം ബഹുജന സമരം എന്ന് നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ വിശേഷിപ്പിക്കാം. ഉപ്പ് സത്യാഗ്രഹം പറയുമ്പോൾ 1930 മാർച്ച് 12 മുതൽ 1930 ഏപ്രിൽ 6 വരെ ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. ഉപ്പിന് ടാക്സ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് അവരത് ചെയ്തതെന്ന് നമുക്കറിയാം. പിന്നെ ചമ്പാരൻ പറയുമ്പോൾ മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ, അതായത് ഇന്ത്യയിൽ നയിച്ചിട്ടുള്ള ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ആരംഭിച്ച തീയതി 1917 ഏപ്രിൽ 10 കേട്ടോ. ഈ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പറയുമ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഒന്നിലും സഹകരിക്കാതിരിക്കുന്ന ഒരു സമര രീതിയായിരുന്നു അത്. 1920-22 ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ചെയ്തു. പിന്നീടാണ് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് നമ്മളെ ക്ലാഷ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ച്? പൂർണ്ണ സ്വരാജ് എവിടെ വെച്ചിട്ടാണ് ആ പ്രഖ്യാപനം നടന്നത്? ലാഹോർ, നാഗ്പൂർ, ബോംബെ, ബീഹാർ. എവിടെ വെച്ചിട്ടാണ്? ലാഹോറിൽ വെച്ചിട്ടാണ്. ലാഹോറിൽ വെച്ചിട്ടാണ് ഈ പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപനം നടക്കുന്നത്. അന്ന് ലാഹോർ സമ്മേളനം നടക്കുന്ന സമയത്ത് ആ ടൈമിൽ ഉണ്ടായിരുന്ന INC പ്രസിഡന്റ് ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ഈ പറയുന്ന ലാഹോർ സമ്മേളനം നടക്കുന്നത്. INC വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് സെഷൻ നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. മറ്റൊരു സ്ഥലത്തായിരുന്നു നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചില കാരണം കൊണ്ട് അത് ബോംബെയിലേക്ക് മാറ്റുമായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് സെഷൻ. രണ്ടാമത് കൽക്കട്ടയിൽ വെച്ചിട്ട്, അന്ന് അതിന്റെ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സെഷൻ നടക്കുന്നത് മൂന്നാമത്തെ INC സമ്മേളനം. അത് മദ്രാസിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രസിഡന്റ് ബദ്രുദ്ദീൻ ത്യാബ്ജി ആയിരുന്നു. ഓക്കെ,
അപ്പോൾ അത്രയാണ്. പിന്നെ നാഗ്പൂരിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നാഗ്പൂർ സെഷൻ നടക്കുന്നത് 7ാമത്തെ INC സമ്മേളനമാണ്. അത് P. അനന്ത് ചാർലു ആണ് അന്ന് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളും കൂടെ INCന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് ഓപ്ഷൻസ് നോക്കാൻ എന്താന്ന്: ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ. ഇതിൽ ലോകമാന്യ തിലക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പഞ്ചാബിലെ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. സ്നേഹമുള്ളവര് ലാലാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നുള്ള സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ലാലാ ലജ്പത് റായ്. പിന്നെ ലാൽ ബാൽ പാൽ എന്ന ട്രയോ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? അതിൽ ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്, ബാൽ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ ആണ്, പാൽ അതുപോലെ ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകൻ. അതായത് ലാൽ ബാൽ പാൽ അല്ലെ? അല്ല, ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്, പാൽ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, അതാണ് ആ ട്രയോ എന്ന് പറയുന്നത്. അതിലെല്ലാവരിലുണ്ട് അല്ലെ? ഓപ്ഷനിലുണ്ട്. അതേപോലെ ബിപിൻ ചന്ദ്രപാലിനെ കുറിച്ച് പറയാനുള്ള വേറൊരു പോയിന്റ്, പൂർണ്ണ സ്വരാജിനെ കുറിച്ച് നമ്മളൊരു ചോദ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ പൂർണ്ണ സ്വരാജ് എന്ന ആശയം കോൺഗ്രസിനേക്കാൾ മുമ്പ് തന്നെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ബിപിൻ ചന്ദ്രപാൽ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഓപ്ഷനിൽ ബാക്കിയുള്ള ആള് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ദേശീയത എന്ന് പറയുന്നതിന്റെ ആ ഒരു പര്യായം തന്നെ അദ്ദേഹമായിരുന്നു അല്ലെ? പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നമുക്കിപ്പോൾ 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിച്ചതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ വലിയ രീതിയിൽ വാഴ്ത്തപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടന രൂപീകരിച്ചത് അദ്ദേഹമാണ്. ജയ് ഹിന്ദ് എന്ന അഭിവാദവാക്യം നമുക്ക് വേണ്ടി സമർപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1945 ജപ്പാനിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് പിന്നീട് പറയുകയൊക്കെ ചെയ്തു, പക്ഷെ അതിനൊന്നും തെളിവുകൾ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 1945 അദ്ദേഹം മരിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാം കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഉള്ളത്. അടുത്തത്, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ, സർജൻ കമ്മീഷൻ, DS കൊത്താരി കമ്മീഷൻ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഏതാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നതിന്റെ കാലയളവ് 1948 to 49 ആണ്. ഡോക്ടർ സർവേപ്പിള്ളി രാധാകൃഷ്ണൻ ആയിരുന്നു അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നതിന് പേര് വന്നത്. UGC വരണം, അതുപോലെ സെക്കൻഡറി എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും തമ്മിൽ കമ്പൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു ആ ഒരു കമ്മീഷന്റെ അഭിപ്രായങ്ങൾ. കോത്താരി കമ്മീഷൻ പറയുമ്പോൾ 1964 to 66 വരെയുള്ള ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കമ്മീഷൻ ആയിരുന്നു. ദൗലത് സിംഗ് കോത്താരിയാണ് അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് DS കോത്താരി കമ്മീഷൻ എന്ന് പേര് വന്നത്. ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അപ്പൊ അതാണ് മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1956, 1957, 1959, 1960. കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്ന് പറയുന്നത് 1957 ആണ്. ഇന്ത്യയിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് 1951-52 ആ ഒരു പീരീഡിലായിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത്. ഇനി 1956 പറയാനാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന പുനഃസംഘടന നടക്കുന്നത് ആ സമയത്താണ് അല്ലെ? ആ ഒരു ഇതിൽ 1956 എന്ത് സംഭവിച്ചു? ഗവൺമെന്റ് നമ്മുടെ മൊത്തം രാജ്യത്തിനെ 14 സ്റ്റേറ്റുകളായിട്ടും 6 യൂണിയൻ ടെറിട്ടറികളായിട്ടും, അതായത് 14 സംസ്ഥാനങ്ങളായിട്ടും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തിരിക്കുകയാണ് ചെയ്തത് 1956.
ഇനി 1959 പറയുകയാണെങ്കിൽ അത് കേരളത്തിലാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെ. വിമോചന സമരം നടന്നിട്ടുള്ള വർഷമാണ് 1959. കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു മന്ത്രിസഭ വരുന്നു. ആ മന്ത്രിസഭയ്ക്ക് എതിരായിട്ട് 1959 ആരംഭിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു അത്. EMS മന്ത്രിസഭയാണ് ആദ്യം വന്നത് കേരളത്തിൽ, നമുക്കറിയാം അല്ലേ. അപ്പൊ അങ്ങനെ വന്ന EMS മന്ത്രിസഭയ്ക്ക് എതിരെ നടന്നിട്ടുള്ള ഈ പ്രക്ഷോഭം കാരണം അവസാനം എന്ത് സംഭവിച്ചു? ആ മന്ത്രിസഭ പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. അതാണ് 1959 വിമോചന സമരം. ഇനി 1960 കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ 1959 ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം കേരളം പ്രസിഡന്റ് റൂളിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഇലക്ഷൻസ് നടത്തി. അത് 1960 ഫെബ്രുവരി 1 ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു വലിയ പാർട്ടിയായിട്ട് മാറി. 63 സീറ്റുകളൊക്കെ അസംബ്ലി ഇലക്ഷനിലൊക്കെ കിട്ടി. അങ്ങനെ കുറെ കാര്യങ്ങൾ 1960 നടന്നിട്ടുണ്ട് കേട്ടോ. ശരി, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് HN കുൻസ്രു, KM പണിക്കർ, VP മേനോൻ, ജസ്റ്റിസ് ഫസൽ അലി. ഏതാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ്. ഫസൽ അലി കമ്മീഷനാണത്. നമ്മൾ ഇനി KM പണിക്കറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കാവാലം മാധവ് പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. സർദാർ KM പണിക്കർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. രാജ്യസഭയിലെ ആദ്യ മലയാളിയായിരുന്നു അദ്ദേഹം. അതേപോലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് KM പണിക്കരായിരുന്നു. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. VP മേനോൻ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു മലയാളിയാണ്, ഒറ്റപ്പാലംകാരനാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു വൈസ്രോയി ആയിരിക്കെ അദ്ദേഹം 1947 റിഫോംസ് കമ്മീഷണർ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിട പറഞ്ഞ ശേഷം കുറച്ചുകാലം ഒറീസ ഗവർണറായിട്ടൊക്കെ അദ്ദേഹം സ്ഥാനമേറ്റിട്ടുണ്ട്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇന്ത്യയിലെ അധികാര കൈമാറ്റം എന്ന് പറഞ്ഞ 2 ആധികാരിക ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം ഇംഗ്ലീഷിൽ രചിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം സ്ഥിരമായി ചോദിക്കുന്നതാണ് അല്ലെ. കാൺപൂർ, ലക്നൗ, മീററ്റ്, അലഹബാദ്. എവിടെ വെച്ചിട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ചത്? അത് മീററ്റിൽ വെച്ചിട്ടാണ്. മീററ്റ് എവിടെയാണ്? അത് UP അല്ലെ, ഉത്തർപ്രദേശിലാണ് മീററ്റ് എന്ന സ്ഥലം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ ഓരോ ലീഡേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. അതില് ഡൽഹിയില് അതിന്റെ ലീഡറായിട്ട് നിന്നിട്ടുള്ള ആള് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അപ്പൊ അത് അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആയിരുന്നു. അതേപോലെ ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു അതിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് അടിച്ചമർത്തിയത് ഹെൻറി ലോറൻസ് ആയിരുന്നു. കാൺപൂരില് നാനാ സാഹിബ് ആയിരുന്നു അതിന്റെ ലീഡറായിട്ടുണ്ടായിരുന്നത്. ആ റിവോൾട്ടിനെ അടിച്ചമർത്തിയത് സർ കോളിൻ ക്യാമ്പൽ ആയിരുന്നു. അതുപോലെ ഝാൻസിയിലും ഗ്വാളിയറിലും ലക്ഷ്മിബായും അതുപോലെ താന്തിയ തോപ്പിയൊക്കെ ആയിരുന്നു. അത് ജനറൽ ഹ്യൂഗ് റോസ് ആണ് അടിച്ചമർത്തിയത്. അതുപോലെ അലഹബാദിലും ബനാറസിലൊക്കെ മൗലവി ലിയാഖത്ത് അലിയാണ്. അതിനെ അടിച്ചമർത്തിയത് കേണൽ ഓങ്കലാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നാണ് പിന്നെ ഒരു നല്ല സ്പാർക്ക് ഉണ്ടായത്. പിന്നീടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എല്ലാവരും ബോധവാന്മാരായതെന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീററ്റാണ്. കേരളത്തിന്റെ ദേശീയോത്സവം വിഷു, ഓണം, നവരാത്രി, ശിവരാത്രി. കേരളത്തിന്റെ ദേശീയോത്സവം എന്ന് പറയുന്നത് ഓണമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം. കാലവർഷം, ഇടവപ്പാതി, തുലാവർഷം, ശൈലവൃഷ്ടി. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിലെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മൾ തുലാമാസത്തിൽ ഉണ്ടാവുന്ന ആ ഒരു മഴക്കാലം ഉണ്ടല്ലോ, അതാണ് ഈ പറയുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള മൺസൂൺ ആണുള്ളത് അല്ലെ. ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂണും മറ്റേത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും. ഈ മൺസൂൺ തുടങ്ങുന്ന സമയത്ത് ആദ്യം മൺസൂൺ കിട്ടുന്നത് നമ്മളുടെ കേരളത്തിലേക്കാണ്. ഏറ്റവും അവസാനം കിട്ടുന്നത് പഞ്ചാബിലേക്കാണ് കേട്ടോ. ഇതിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മൺസൂൺ എന്ന് പറയാം. ആകെ 2 ടൈപ്പ് ഓഫ് മൺസൂണേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പറയുമ്പോൾ ഈ രീതിക്കാണ് ഇവിടെ പോവുക. അപ്പോൾ
ഇങ്ങനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്ന സമയത്ത് ആദ്യം എൻട്രി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ്. അപ്പോൾ കേരളത്തിൽ ആരുണ്ട്? നമ്മുടെ സഹ്യപർവ്വതങ്ങൾ തല പൊക്കിയാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊക്കെ മഴ കിട്ടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം ഈ കടലിൽ നിന്ന് വരുന്ന ആ കാറ്റാണല്ലോ നമുക്ക് മഴ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ കടലിൽ നിന്ന് വരുന്ന സമയത്ത് അതിൽ ഫുള്ള് നല്ല ജലാംശം ഉണ്ടാവും. അപ്പോൾ ഈ സഹ്യപർവ്വതം തടുത്ത് നിർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് മഴ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ളത്. അടുത്തത് വരിക വരിക സഹചരി വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? പലതവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുമാരനാശാൻ, അംശി നാരായണ പിള്ള, ഡോക്ടർ പൽപ്പു, വള്ളത്തോൾ. ആരാണ് വരിക വരിക സഹചരി വലിയ സഹന സമരമായി എന്ന സമരഗാനത്തിന്റെ രചയിതാവ്? അത് അംശി നാരായണ പിള്ളയാണ്. കുമാരനാശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാകവി കുമാരനാശാൻ അല്ലെ, പക്ഷെ മഹാകാവ്യം എഴുതാണ്ട് മഹാകവി എന്ന പേര് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ കൃതി മാത്രം മതി എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ അല്ലെ. വീണപൂവ് എന്ന കൃതി, ഹാ പുഷ്പമേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കൃതിയാണ് വീണപൂവ് എന്ന് പറയുന്നത്. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. റെഡിമെയ്ഡ് ബോട്ടപകടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, അതിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് 51 വയസ്സായിരുന്നു. ഇനി ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായിട്ടുള്ള വിപ്ലവകാരി എന്ന സരോജിനി നായിഡു വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. അതേപോലെ ഗാന്ധിജി, നെഹ്റു അങ്ങനെയുള്ള വലിയ ആൾക്കാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പല കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള കത്തുകൾ, ഒരു 3000-ഓളം പേജ് വരുന്ന അത്തരം രേഖകളൊക്കെ കൂടെ ഡൽഹിയിലെ നെഹ്റു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ആളാണ് ഈ പറയുന്ന ഡോക്ടർ പൽപ്പു എന്ന നവോത്ഥാന നായകൻ. അദ്ദേഹം ഡോക്ടറായിട്ട് നമ്മുടെ നാട്ടിൽ സേവനം അനുഷ്ഠിക്കാൻ നിന്ന സമയത്ത് ആ സമയത്ത് ഭയങ്കര ജാതി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് ഇവിടെ ജോലി നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം മൈസൂർ സർക്കാരിന്റെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്യാണ് ചെയ്തത്. 100 രൂപ ശമ്പളത്തിലൊക്കെ ആയിരുന്നു. അന്നത്തെ കാലത്ത് 100 രൂപ പറഞ്ഞ വലിയ എമൗണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വള്ളത്തോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആധുനിക കവിത്രയത്തിൽ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, അതിൽ വള്ളത്തോൾ ഉണ്ട്. സാഹിത്യമഞ്ജരി അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിയാണ്. അണുബാധയെ തുടർന്ന് ബധിരരായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അണുബാധയെ തുടർന്ന് അദ്ദേഹം ബധിരനായിരുന്നു. അപ്പൊ അതിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ബധിരവിലാപം എന്നുള്ള ഖണ്ഡകാവ്യം രചിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന് PSCയിൽ ചോദിച്ചിട്ടുള്ളത് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വള്ളത്തോളാണ്. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. പിന്നെ സാഹിത്യമഞ്ജരി, ചിത്രയോഗം, അച്ഛനും മകളും, കൊച്ചു സീത, മഗ്ദലന മറിയം, ഭദ്രവിലാപം, ശിഷ്യനും മകനും, നാഗില, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ, അങ്ങനെയുള്ള ഒത്തിരി സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? പാലക്കാട്, ആലപ്പുഴ, വയനാട്, കോട്ടയം. ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല അത് ആലപ്പുഴയാണ്. പാലക്കാട് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജില്ല ആയിരുന്നു. പിന്നീട് ഈ അടുത്ത് അതിന്റെ സ്ഥാനം മാറി ഇപ്പൊ ഇടുക്കിയാണ് 1ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിനെ ഇടുക്കിയിലേക്കുള്ള എടമലക്കുടി പഞ്ചായത്തിലേക്ക് മെർജ് ചെയ്തു. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഏരിയ വർദ്ധിച്ചു. അങ്ങനെ ഇപ്പൊ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് കേരളത്തില് അത് പാലക്കാടിന്റെ സ്ഥാനം പോയിട്ട് ഇടുക്കി ആയിട്ടുണ്ട് കേട്ടോ. വയനാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. വയനാട്ടിലും ഇടുക്കിയിലും ആണ് റെയിൽവേ ഇല്ലാത്തത് നമ്മൾ പറഞ്ഞു. 1949 ജൂലൈ 1-നാണ് കോട്ടയം രൂപീകരിച്ചിരിക്കുന്നത്. കോട്ടയുടെ അകം എന്നർത്ഥം വരുന്ന കോട്ട, അകം അങ്ങനെയുള്ള 2 വാക്കുകൾ ചേർത്തിട്ടാണ് കോട്ടയം എന്നുള്ള സ്ഥലം നാമം രൂപപ്പെട്ടെന്നാണ് പറയുന്നത്. 1813 സ്ഥാപിക്കപ്പെട്ട കോട്ടയം പഴയ സെമിനാരിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. അതുപോലെ 1821 ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് സ്ഥാപിച്ച CMS പ്രസ് ആണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല കേട്ടോ. ആദ്യത്തെ മലയാള നിഘണ്ടു, ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. 1887 സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മലയാള പത്രമായിട്ടുള്ള നസ്രാണി ദീപിക, പിന്നീട് ദീപിക എന്നറിയപ്പെട്ടു. അതുപോലെ ആദ്യത്തെ മലയാളം ബൈബിള്, ആദ്യത്തെ സമ്പൂർണ്ണ വിശ്വവിജ്ഞാനകോശം, ഇതെല്ലാം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? കോട്ടയത്ത് നിന്നാണ്. 1924 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം അവിടെയാണ്. 1932 ആരംഭിച്ചിട്ടുള്ള നിവർത്തന പ്രക്ഷോഭം, ഇതൊക്കെ കോട്ടയം ജില്ലയിൽ നടന്നിട്ടുള്ള നവോത്ഥാന സമരങ്ങളാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ആൻസർ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികള്, കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരു. ആരാണ്? വില്ലുവണ്ടി യാത്ര എന്ന് പറയുമ്പോൾ ആരാണത്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയെ കുറിച്ച് മറ്റൊന്ന് പറയാനുള്ളത് 1907 അയ്യങ്കാളി സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ പുലിയ മഹാജനസഭയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഹരിജനങ്ങൾക്ക് പൊതുനിരത്തുകളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യ പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അയ്യങ്കാളിയുടെ പുലയവണ്ടി, അതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. അത് സവർണരുടെ എതിർപ്പ് വകവയ്ക്കാതെ ദക്ഷിണ തിരുവിതാംകൂറിലെ പല ഭാഗത്തും സഞ്ചരിച്ചതോടെയാണ് അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കമായത് തന്നെ. 1911 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിട്ടുണ്ടായിരുന്നു. കുമാരഗുരുദേവൻ എന്ന് പറയുന്നത് പൊയ്കേൽ യോഹന്നാനെ തന്നെയാണ് കുമാരഗുരുദേവൻ എന്ന് പറയുന്നത്. ഇരവി പേരൂരാണ്. പത്തനംതിട്ടയിലെ ഇരവി പേരൂരാണ് അദ്ദേഹം ജനിച്ചത്. യോഹന്നാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. പറയ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ദളിത് ക്രിസ്ത്യാനികളുടെ രക്ഷകൻ എന്നും അദ്ദേഹത്തിനെ അറിയപ്പെട്ടിട്ടുണ്ട്. 1909 ഇരവി പേരൂർ ആസ്ഥാനമാക്കിയിട്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് PRDS രൂപീകരിച്ചത് അദ്ദേഹമാണ്. 1921 1931 10 വർഷം 21 അതിന് 10 വർഷം കഴിഞ്ഞ് 31 ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അദ്ദേഹമായിരുന്നു. പൊയ്കേൽ യോഹന്നാൻ ആയിരുന്നു. നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് പൊയ്കേൽ യോഹന്നാൻ ഗാന്ധിജിനെ കണ്ടുമുട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്രയും അദ്ദേഹത്തെ കുറിച്ച് മതി. ഇനി ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അയ്യപ്പൻ, കുഞ്ഞമ്പിള്ള എന്നൊക്കെയുള്ള പേരുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പഠനത്തിലും അതുപോലെ സ്വഭാവശുദ്ധിയിലും കാട്ടിയിട്ടുള്ള മികവ് മൂലം ആശാന്റെ ഗുരുകുലത്തിൽ വെച്ച് തന്നെ ചട്ടമ്പി, അതായത് ലീഡർ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം നേടി. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് അദ്ദേഹത്തെ പറയുന്നത്, അല്ലാതെ ചട്ടമ്പി ആയതുകൊണ്ടല്ല. പിന്നെ ഷൺമുഖദാസൻ എന്ന നാമത്തിൽ സന്യാസം അദ്ദേഹം സ്വീകരിക്കാനുണ്ടായത്. അദ്ദേഹം അതുപോലെ വിജ്ഞാനത്തിന്റെ ഒരു വലിയ ഗണി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിദ്യാധിരാജൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് പട്ടി സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്യൂഡൽ വ്യവസ്ഥിതിയിലുള്ള അഴിമതിക്കെതിരായിട്ടാണ് ഈ പട്ടിസദ്യ എന്ന് പറഞ്ഞത് അദ്ദേഹം ചെയ്തത്. അത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒന്നായിരുന്നു. സ്നേഹകാരുണ്യത്തിന്റെ താത്വിക രൂപമാണ് ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്നത്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ നവോത്ഥാനം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളത് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാത്ത ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ടാവില്ല. എന്നാലും പറയാം, 1856 ഓഗസ്റ്റ് 20 അദ്ദേഹം ജനിച്ചത്. മാടനാശാനാണ് പിതാവ്, അമ്മ കുട്ടിയമ്മ. അതുപോലെ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് ആഹ്വാനം ചെയ്ത അദ്ദേഹമാണ്. 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ പൽപ്പവും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയായത്. കൃതികൾ പറയാനാണെങ്കിൽ ആത്മോപദേശ ശതകം, ദർശനമാല, ജാതിമീമാംസ, ദൈവദശകം, കുണ്ടലിനിപ്പാട്ട്, വിഷ്ണു സ്തോത്രങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനകൾ പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അത് 1903 മെയ് 15 സ്ഥാപിച്ചത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഇദ്ദേഹത്തിനെയാണ് 1888. അതുപോലെ ശാരദാമഠം, ശിവഗിരി അത് 1909 അദ്വൈതാശ്രമം ആലുവയില് 1913 സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരുവചനമാണ് സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്നുള്ളത്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. 1913. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചത് 1924. അതുപോലെ മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയത് 1915. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1915. SNDP അല്ലാണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമുണ്ട്. അത് സ്ഥാപിച്ചത് 1916.
SNDP 1903, പരിപാലന യോഗം 1903, ശ്രീനാരായണ ധർമ്മ സംഘം ഉണ്ട്. ആ സംഘം 1928 സ്ഥാപിച്ചത് കേട്ടോ. SNDP യോഗത്തിന്റെ മുഖപത്രമായിരുന്നു വിവേകോദയം എന്ന് പറയുന്നത്. വിവേകോദയം മാസികയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു ചോദിച്ചാൽ അത് കുമാരനാശാൻ ആയിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ശ്രീനാരായണ ഗുരു ഏത് ശ്രീകോവിലിന്റെ ചുവരിൽ സ്വന്തം കയ്യാക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചത് അരുവിപ്പുറമാണ്. ഈ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശ്രീ യേശുദാസ് എപ്പോഴും സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആദ്യം പാടി തുടങ്ങുന്നത് എങ്ങനെയാ? ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എപ്പോഴും പാടാറുണ്ട്. നിങ്ങൾ ഇനി മുതൽ അവാർഡ് നൈറ്റോ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ. അദ്ദേഹം വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും, പിന്നീട് അദ്ദേഹം കാര്യത്തിലേക്ക് കടക്കുള്ളൂ. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ഈ വരി എഴുതിയത് ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1861 നമ്മൾ പറഞ്ഞൂല്ലേ, 1861 അത് നിർമ്മിച്ചത്. ഇനി ഇതിൽ വേറൊരു വർഷം അറിയേണ്ടത് 1817 എന്ന് പറയുന്നത്. പൈക്ക റിബല്യൻ എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെ? പൈക്ക കലാപം നടന്നത് ഒഡീഷയിലാണ്. അത് നടന്നത് 1817. ഗോവ ഇന്ത്യയോട് കൂടിച്ചേരുന്നപ്പോൾ 1961 ഡിസംബർ 19 അതാണ് ഇത്രയും വർഷങ്ങൾ കേട്ടോ. ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി നമ്മൾ പറഞ്ഞു. ഉപ്പു സത്യാഗ്രഹം നടന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. അത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അത് സ്പ്രെഡായി. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാനപ്പെട്ട വേദി പൊന്നാനി, ഏറനാട്, വള്ളുവനാട്, പയ്യന്നൂർ. എവിടെയാണ് അത്? പയ്യന്നൂരാണ് അല്ലെ? അപ്പൊ ഇതിൽ കേളപ്പനൊക്കെ മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ആ ഉപ്പു സത്യാഗ്രഹത്തിൽ അതിൽ അദ്ദേഹം നേതൃത്വം നൽകിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് 20 ചോദ്യങ്ങൾ. ഇനി ഒരു 40 ചോദ്യങ്ങളും കൂടിയുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, ഇതിലുള്ള കണ്ടന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് അതിലുള്ള എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് കൂടാണ്ട് പരമാവധി വായിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ. താങ്ക് യു.